പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന കാര്യം എന്തായിരിക്കും? പെരുന്നാൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം വരുക നല്ല അടിപൊളി ബിരിയാണിയും, പിന്നെ നമ്മൾ കോഴിക്കോടുകാർക്ക് ആക്ച്വലി കോഴിക്കോട് ബീച്ചിൽ ഈദിൻ്റെ അന്ന് രാവിലെ എല്ലാവരും നിസ്കരിക്കാൻ വരും കേട്ടോ. പിന്നെ ആ ഒരു ബീച്ചിൻ്റെ അറ്റ്മോസ്ഫിയർ അതൊക്കെയാണ് മനസ്സിൽ പെട്ടെന്ന് വരിക. ഞാൻ മദ്രസയിൽ പഠിച്ച കാലം തന്നെയാണ്. ചെറുപ്പത്തിൽ നമ്മൾ തൊപ്പി മുണ്ട കൊടുത്തിരുന്ന വെള്ളയും വെള്ളയും കിട്ടുന്ന ഒരു ടൈം. അന്നാണ് പെരുന്നാളിനൊരു ഓളം ഉള്ളത്. അന്നാണ് പെരുന്നാൾ അപ്പടിയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിരുന്നത്. രാവിലെ പള്ളിയിൽ പോവാണെങ്കിലും പേഴ്സൊക്കെ എടുത്ത് ഇറങ്ങും. കാരണം അറിയാം അന്ന് വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് വരുമെന്ന്. പെരുന്നാക്കാശ് ബിരിയാണി ആയിരിക്കും. പുതിയ ഡ്രസ്സ് ഇടുന്നു, ബ്രദേഴ്സൊക്കെ പള്ളിയിൽ പോകുന്നു, അവർ വെയിറ്റ് ചെയ്ത് നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു, കസിൻസിൻ്റെ വീട്ടിൽ പോകുന്നു, നല്ല ഡ്രസ്സസ് ഇട്ട് പോകാൻ പറ്റും, എല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ഫുഡ് തോന്നുന്നുണ്ടോ പഴയ പോലെ ഇപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ് ഈദ് എന്ന് പറയുമ്പോൾ? പണ്ട് കുറേം കൂടെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ളൊരു ഈദ് ഫാമിലി ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറേ കൂടെ ക്വാളിറ്റി ടൈം കിട്ടുക. അപ്പം കുറേ കൂടെ ഫ്രണ്ട്സ് ആയിട്ട് ട്രിപ്പ് പോകുന്നു, ലീവാണല്ലോ, അങ്ങനത്തെ ഒരു വൈബിലോട്ട് മാറിയിട്ടുണ്ട്. പെരുന്നാൾ എന്ന് പറയുന്ന ഒരു ദിവസമൊന്നുള്ളൂ, സന്തോഷമാണ് ഉള്ളിൽ. പക്ഷെ പഴയ ഒരു സെലിബ്രേഷൻ ഇല്ല. പലരും പല വഴിക്കായി, കൂട്ടുകാരൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയി. പണ്ടത്തെ പോലത്തെ എക്സൈറ്റ്മെന്റ് എന്തായാലും ഇപ്പം ഇല്ല. അത് നമ്മൾ ഇങ്ങനെ ദിവസം എണ്ണിയിരിക്കും. അത് കുറവാണ്, കാരണം പലരും പല പ്ലാൻസ് വെച്ചിട്ടായിരിക്കും പോകുന്നത്. പെരുന്നാൾ എപ്പോഴാന്ന് പോലുള്ള അറിയാനുള്ള സമയമില്ല.